ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതേ മനുഷ്യർക്ക് മാത്രമുള്ളൊരു കാര്യമല്ലല്ലോ, ഇതെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. നമ്മളെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള സംഘർഷം എപ്പോഴും നമ്മൾ വാർത്തകൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഈ ആനകളും മനുഷ്യനും തമ്മിലുള്ള ഒരു സംഘർഷം എന്ന് പറയുന്നതും നമ്മൾ ഡെയിലി പത്രങ്ങൾ കാണുന്നതാണ്. ഈ ആനകൾ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് വരികയും മനുഷ്യരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ആനത്താരകൾ. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള പാതകളുണ്ട്. ഈ പാതകൾ മനുഷ്യർ കയ്യേറുകയും അടയ്ക്കുകയും ചെയ്യുമ്പോഴാണ് അവർ മറ്റുള്ള കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുകയും ഈ മനുഷ്യരും ഈ മൃഗങ്ങളും തമ്മിലുള്ള ഈ സംഘടനയൊക്കെ ഉണ്ടാകുന്ന മെയിനായിട്ട് തന്നെ ഒരു കാരണം. പല കാരണങ്ങളുണ്ട്, അതിൽ ഒരു കാരണം ഇതാണ്. ഇതിനെക്കുറിച്ചൊന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ബത്തേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലേക്ക് ആർട്സ് എന്ന് പറയുന്ന ഒരു ചിത്രകലാ സ്ഥാപനത്തിലെ ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ 4 പേരാണ് കഴിഞ്ഞ 2 ആഴ്ചയോളമായിട്ട് ഇവിടെ നിന്നിട്ട് ഈ ചിത്രങ്ങൾ ഒരുക്കുന്നത്. WTI, കേരള വനംവകുപ്പ്, ഡുബ്ലിങ്സു ഇവരാണ് ഈ വർണ്ണമതിലൂടെ ഈ മാനന്തവാടി നമ്മുടെ സ്റ്റാൻഡിന്റെ പരിസരത്ത് പോലീസ് സ്റ്റേഷൻ റോഡിന് ഇടയ്ക്കായിട്ടുള്ള ഫുട്പാത്തിൽ ഒരുക്കുന്നത്. ഇത് ഒരു ബോധവൽക്കരണമാണ്. ഇതിൽ കടന്നു പോകുന്ന എല്ലാവർക്കും ഇത് കാണുവാനും അതിലൂടെ നമ്മുടെ ഈ മനുഷ്യ മൃഗ കോൺഫ്ലിക്റ്റിന് ഒരു അറുതി വരുത്താൻ വേണ്ടി അവർക്ക് ഒരു സൂചന കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വർണ്ണമതിലാണിത്.